റഷ്യൻ സൈന്യം യുക്രൈനിൽ നടത്തിയ ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഉത്തര കൊറിയൻ നിർമ്മിത ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കുകയാണ്. റഡീഷിന ഗ്രാമത്തിൽ പതിച്ച മിസൈലിന്റെ അവശിഷ്ടങ്ങൾ സാങ്കേതിക വിദഗ്ധർ പരിശോധിച്ചു വരികയാണെന്നും പ്രാഥമിക വിവരങ്ങൾ ഉത്തര കൊറിയയുടെ ഇടപെടലിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ടെലിഗ്രാമിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് സെലൻസ്കി ഇക്കാര്യം അറിയിച്ചത്. ഇതൊരു ഉത്തര കൊറിയൻ ബാലിസ്റ്റിക് മിസൈലാണെന്നും പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാണ്. അതിൽ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ഇക്കാര്യം ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് സെലൻസ്കി പറയുന്നത്. മോസ്കോയും പ്യോങ്യാങ്ങും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സൈനിക സഹകരണമാണ് ഈ ആയുധ പ്രയോഗത്തിലൂടെ വ്യക്തമാകുന്നതെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യൻ സൈന്യത്തിന് ബാലിസ്റ്റിക് മിസൈലുകളും സൈനികരെയും ഉത്തര കൊറിയ നേരിട്ട് നൽകുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പാശ്ചാത്യ പങ്കാളികൾ നൽകുന്ന പാട്രിയറ്റ് സിസ്റ്റങ്ങൾക്കായുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളും മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള വെടിക്കോപ്പുകളും ഉൾപ്പെടെ കൂടുതൽ വ്യോമ പ്രതിരോധ ശേഷി സ്വന്തമാക്കുന്നതിനാണ് കീവ് ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്നാണ് സെലൻസ്കി വ്യക്തമാക്കുന്നത്. വെറും സഹതാപവും അവലപിക്കലും മാത്രമല്ല, വ്യോമ പ്രതിരോധത്തിനുള്ള മിസൈലുകളാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമെന്നാണ് അദ്ദേഹം പറയുന്നത്. യുക്രൈനിലുടനീളം റഷ്യ നടത്തിയ വൻ വ്യോമാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. ആക്രമണത്തിൽ 8 പേർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു. വൻതോതിലുള്ള ആക്രമണം ആസന്നമാണെന്ന് പ്രസിഡന്റ് സെലൻസ്കി മുന്നറിയിപ്പ് നൽകി ഒരു ദിവസത്തിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. പടിഞ്ഞാറൻ യുക്രൈനിലെ ലിവിന് വരെ നീണ്ട ആക്രമണത്തെ തുടർന്ന് തങ്ങളുടെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതായി അയൽരാജ്യമായ പോളണ്ട് യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചതായി സായുധ സേന എക്സിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. വ്യാഴാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ 1 മണിയോടെയാണ് യുക്രൈൻ തലസ്ഥാനത്ത് ഒന്നിലധികം സ്ഫോടനങ്ങൾ മുഴങ്ങിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വിവിധ പ്രദേശങ്ങളിലായി 8 പേർ മരിച്ചതായി സെലൻസ്കി പിന്നീട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കീവിൽ ഒരാൾ മരിക്കുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അടിയന്തര സേനാ വിഭാഗം റിപ്പോർട്ട് ചെയ്തു. ഡിനിപ്രോപ്റ്റോവ്സ്കിൽ 6 പേർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടതായി പോൾട്ടാവയിൽ ഒരാൾ മരിച്ചതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിനിപ്രോപ്സ്കിൽ ഉൾപ്പെടുന്ന സെലൻസ്കിയുടെ ജന്മനാടായ കീവിൽ റഷ്യൻ ഇൻഡർസ്കർ ബാലിസ്റ്റിക് മിസൈൽ ഒരു കെട്ടിടത്തിൽ നേരിട്ട് പതിച്ചുവെന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ. 5ഉം 12 വയസ്സുള്ള 2 പെൺകുട്ടികൾ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി നഗരത്തിലെ പ്രതിരോധ കൗൺസിൽ തലവൻ അലക്സാണ്ടർ വിൽക്കോൽ പറയുന്നുണ്ട്. റഷ്യയിലെ വൊഗോനഷ് മേഖലയിൽ നിന്നാണ് മിസൈൽ പതിച്ചതെന്നും ഒരു വലിയ കുടുംബത്തിന്റെ വസതിയിലാണ് ഇത് പതിച്ചതെന്നും ഇതൊരു ഇരുണ്ട രാത്രിയാണെന്നും അദ്ദേഹം ടെലിഗ്രാമിൽ കുറിച്ചു. അതേസമയം പോളിഷ് അതിർത്തിയോട് ചേർന്നുള്ള ലിവിലിൽ റഷ്യൻ ആക്രമണത്തിൽ 26 പേർക്ക് പരിക്കേറ്റതായും ദേശീയ മാധ്യമങ്ങൾ, അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.